റഫ് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം കനകക്കുന്നിൽ ട്രിവാൻഡ്രം കാർണിവൽ നടക്കുകയാണ്. അപ്പോൾ 5-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് അതിൻ്റെ സമയമുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. എന്തൊക്കെയുള്ളത് നോക്കാം. കയറുമ്പം തന്നെ പ്രശ്നവേഷം പോലെ കാർട്ടൂൺ കോമിക് ക്യാരക്ടേഴ്സിൻ്റെ ഇതുപോലുള്ള ഒരുപാട് രൂപങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇത് എൻട്രി ഫീസ് മാത്രമാണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, ഫ്രീ ആണ്. ഈ കാണുന്ന ബാൻഡ് പോലിരിക്കുന്നതാണ് ടിക്കറ്റ്. ഇത് നമ്മുടെ കയ്യിൽ നമ്മൾ ബാൻഡ് പോലെ കെട്ടണം. ബാൻഡും കെട്ടി വിശാലമായിട്ട് നമ്മൾ നേരെ ഗേറ്റിനകത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ വന്ന് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രൗണ്ടിൽ നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത് ഫയർ ഡാൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൈർഘ്യമേറിയ ഒരു ഫയർ ഡാൻസ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. മ്യൂസിക്കിനൊത്ത് അവർ ഓരോ മൊമെൻറ്റും കാണിക്കുന്നതും ഓരോ ആക്ഷൻ കാണിക്കുന്നതും ഫയർ വർക്കുകൾ അവർ കാണിക്കുന്നതും എല്ലാം ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റിയൊക്കെ വണ്ടറടിച്ച് നിൽക്കുമായിരുന്നു അത് കണ്ടിട്ട്. കാരണം തീയൊക്കെ ദേഹത്തോടെ ചുരയ്ക്കുന്നത് കണ്ടപ്പോൾ അവൻ ഭയങ്കരമായിട്ട് പേടിച്ച് രസമായിട്ടൊക്കെയാണ് കണ്ടത്. പിന്നെ ഈ സെയിം സ്റ്റേജിൽ തന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ട് കേട്ടോ. വീണ്ടും മേളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് അവിടെ തിരുവൂര് സർക്കസ് അല്ലെങ്കിൽ സൈക്കിൾ എക്സം ഇതൊക്കെ നടക്കുന്നത്. എൻ്റെ ലൈഫിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാനത് നേരിട്ട് കാണുന്നത്. നമ്മൾ മോഹൻലാലിൻ്റെ പഴയ സിനിമകളിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. നമ്മൾ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഓരോരുത്തരും കാഴ്ചവെക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആകാംക്ഷയോടുകൂടി അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് നമ്മളത് കാണാനിരിക്കുക. കാരണം അത്തരത്തിൽ ഉള്ള പ്രകടനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അതൊക്കെ കണ്ടങ്ങ് നിന്നു. ആ പ്രോഗ്രാമും കണ്ട് നമ്മൾ നേരെ താഴേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ സൈഡിൽ ഒട്ടകത്തിനെ കെട്ടിയിരിക്കുന്നു. കൗതുകത്തോടെയാണ് ആദ്യം അടുത്തോട്ട് പോയത്. ജസ്റ്റ് ഒന്ന് തൊടുകാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് തൊട്ട് തടവേക്ക് നിന്നപ്പോഴത്തേക്കും ക്രിസ്റ്റിക്ക് അതിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ അത് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. ഒരാൾക്ക് 100 രൂപയാണ് ഒട്ടകത്തിൻ്റെ മുകളിൽ കയറുന്നത്, അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ അവനെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ആശാൻ അവൻ്റെ ഗുട്ടൻസ് ഇവിടെ കിട്ടിയത്. നല്ല ഹൈറ്റിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആശാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല അനുസരണയുള്ള പാവ ഒട്ടകമായിരുന്നു. അങ്ങനെ 1-2 റൗണ്ടൊക്കെ അടിച്ചിട്ട് അവനെ കൊണ്ട് നേരെ താഴേക്ക് വന്നു. അവൻ്റെ മുഖം കണ്ടാൽ അറിയാം കയറുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇപ്പോഴില്ല. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നാണ് അവൻ്റെ ചിന്ത. പേടിച്ചിരിക്കുകയാണ് ആശാൻ. പിന്നെ അവിടെ നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഉള്ളത് ഗെയിമിംഗ് സോണ്, ഫുഡ് കോർട്ട്, പെറ്റ് സോണ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും കാഴ്ചകളുള്ള സ്ഥലമാണ് താഴേക്ക് വരുന്ന ഏരിയ. ഗെയിമിംഗ് സോണിലേക്ക് നമ്മൾ അധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്യില്ല. വലിയ രസമുള്ള ഗെയിമിംഗ് ഒന്നുമല്ല, ചെറിയൊരു ആർക്കേഡ് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൽ അത്യാവശ്യം സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളോ കാര്യങ്ങളോ ഒന്നുമല്ല അവിടെ സെർവ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരായിട്ട് ഞാൻ അവിടെ കണ്ടു പിടിയും കോഴി ഇറച്ചിയും. ഇത് ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് കണ്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഒരു പ്ലേറ്റിന് 100 രൂപയാണ് വില. അങ്ങനെ ഞങ്ങളൊരു പ്ലേറ്റ് മേടിച്ചു. കഴിച്ചതിൽ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രുചിയൊന്നും തോന്നിയിട്ടില്ല. കാരണം ഓരോ വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ റിവ്യൂസ് പറയുമ്പോഴുള്ള ടേസ്റ്റൊന്നും എനിക്ക് അതിൽ തോന്നിയില്ല. സാധാരണ നാടൻ കൊഴുക്കട്ടയും ചിക്കനും കൂട്ടി കഴിക്കുന്ന ഒരു ഫീല് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം സ്റ്റൈലിൽ ആ ഒരു ഭാഗത്തൊക്കെയാണ് പിടിയും കോഴിയൊക്കെ ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുണ്ടാക്കുന്ന പ്രിപ്പറേഷൻ രീതിയും വേറെയാണ്. അപ്പോൾ ആ ഒരു ഇതുണ്ടാവുമെന്ന് വിചാരിച്ചാണ് ട്രൈ ചെയ്തത്. അത്രയൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല. സമയം പോകുന്ന അറിയത്തില്ല. ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ചിൽ എക്സ്പീരിയൻസ് ആണ്. അല്ല, എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഏപ്രിൽ 14 വരെ ഉണ്ട് കേട്ടോ. 5-ാം തീയതി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏപ്രിൽ 14-ാം തീയതി വരെ ഈ ഒരു എക്സ്പോ അവിടെ ഉണ്ടായിരിക്കും. അവിടെ നേരെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീണ്ടും മേളിലേക്ക് പോകുമ്പോഴത്തേക്കുമാണ് നമ്മൾ പെറ്റ്സിൻ്റെ ഗാലറി കാണുന്നത്. ഈ പെറ്റ്സിൻ്റെ ഗാലറിയിലേക്ക് അകത്തേക്ക് കയറുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. ഫോട്ടോ സെക്ഷന് ആ ഒരു ഫോട്ടോ ബൂത്തിൽ നിൽക്കുന്ന ഇഗ്വാന, പാമ്പ്, അവിടെ ഉള്ള കുറച്ച് ആനിമൽസിനെ വെച്ച് ദേഹത്തൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് 100 രൂപയാണ് സെപ്പറേറ്റ് ചാർജ് ഓരോന്നിനും. പിന്നെ അതല്ലാതെ പിന്നെ പട്ടിക്കുട്ടികൾ, പിന്നെ വേറെ മറ്റുള്ള പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് 50 രൂപ ടിക്കറ്റിൽ തന്നെ നമുക്ക് അവരടുത്ത് പോകാനും കളിക്കാനും കളിപ്പിക്കാനും ഒക്കെ പറ്റും. ആ പട്ടിക്കുട്ടികളുടെ കൂട്ടത്തിൽ ഹസ്കി എന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അതിനൊന്ന് കളിപ്പിച്ചാൽ കൊള്ളാൻ തോന്നി. ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. അത് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. നമ്മളിന്ന് കയറി നമ്മളുടെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിന്നു. നല്ല ഇണക്കമുള്ള പട്ടിക്കുട്ടികളായിരുന്നു എല്ലാം. പഗ്ഗും ഉണ്ടായിരുന്നു. ഒരുപാട് ബ്രീഡിലുള്ള
പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ക്രിസ്റ്റിക്കും ഞാനും അകത്ത് കയറി അതിനെല്ലാത്തിനെയും ഒന്ന് കളിപ്പിച്ച് അതൊരു രസമായിരുന്നു കേട്ടോ. പിന്നെ പെറ്റ്സിൻ്റെ ആ ഒരു ഗാലറിയിൽ നമ്മൾ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് വന്നു. നമ്മളവിടെ റോപ്പ് ഡാൻസ്, പിന്നെ കുറച്ച് അഭ്യാസ പ്രകടനങ്ങളെല്ലാം നമ്മൾ കാഴ്ചകളെല്ലാം കണ്ടു. അതും കണ്ട് നമ്മൾ ഏകദേശം ഒരു 10 മണിയായപ്പോഴത്തേക്ക് നമ്മളവിടെ നിന്ന് പയ്യെ നമ്മൾ താഴേക്ക് ഇറങ്ങി. നമ്മൾ ഏകദേശം അവിടെ എത്തിയത് ഒരു 6:30 സമയത്താണ് അവിടെ എത്തിയത്. അതുമുതൽ നമ്മൾ ഇറങ്ങുന്നത് വരെ സമയം പോയത് അറിഞ്ഞില്ല. നല്ല രസമായിരുന്നു, നമുക്ക് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഫാമിലിയായിട്ട് ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ക്രിസ്റ്റിക്കാണെങ്കിൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു, എൻ്റർടൈനിങ് ആയിരുന്നു. അവൻ കാണാത്ത പല കാര്യങ്ങളും അവൻ നേരിട്ട് കണ്ടു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി അന്ന് കണ്ടാൽ നല്ലതായിരിക്കും. 14-ാം തീയതി വരെയാണ് അവിടെ ഒരു ഷോ ഉള്ളത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. വെക്കേഷൻ ടൈം ആണല്ലോ, വൈകുന്നേരം ഒന്നിറങ്ങിയാൽ നല്ല രസമായിരിക്കും. ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ള വീഡിയോസും വിശേഷങ്ങളോട് വീണ്ടും കാണുന്നവരേക്കും സ്നേഹത്തോടെ ദിസ് ഈസ് യുവർ ജയദേവൻ സൈനിങ് ഓഫ് ഫ്രം റഫ് ബുക്ക്.